ഞാനൊരു 1.5 വർഷമായിട്ട് ഓൺലൈൻ ടീച്ചിങ് ഫീൽഡിലുണ്ട്. 2-3 സ്ഥാപനങ്ങളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെൻറ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ഓൺലൈൻ ലേണിംഗ് പാർട്ട്ണർ എന്നാണ് അതിൻ്റെ പേര്. നമ്മളെ കുട്ടികൾ എല്ലാവരും സെയിം ഐക്യു ഉള്ളവരായിരിക്കില്ല. എല്ലാവരും ഹൈ ഐക്യു ഇക്യു ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കില്ല. അവരുടേതായിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഈ പഠന സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ADHD അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ സപ്പോർട്ട്, ഒരു പേഴ്സണൽ മെൻറ്ററി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. പക്ഷേ 70-60 സ്ട്രെങ്ത് ഉള്ള ക്ലാസ് റൂമെന്ന് ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത് ടീച്ചർക്ക് അത്ര പോസിബിൾ ആയിരിക്കും. കൂടെയുടെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ, ഈ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ബാക്കൗട്ട് ആകുന്നത് എന്ന് പറയുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇത്രയും ടീച്ചിങ് കരിയറിൽ എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളെ പൊട്ട മണ്ട എന്നൊക്കെ എല്ലാ അഭിസംബോധനകളൊക്കെ ചെയ്യുന്ന പേരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാരണം ഒരിക്കലും പഠിക്കുക എന്ന് പറയുന്നത് പോലല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലല്ല പഠിക്കുക എന്ന് പറയുന്നത്. ഓരോന്നിനും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്കിങ് നമുക്ക് ആവശ്യമാണ്. മനസ്സിലായി? അപ്പോൾ ഇപ്പം നന്നായി ചിത്രം വരക്കുന്ന ഒരു കുട്ടി പഠനത്തിന് വേക്കോട്ടാണ്. എന്താ നിനക്ക് ചിത്രം വരക്കാനൊക്കെ കഴിവുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ പഠിക്കാൻ വേക്കോട്ടാവുന്നതെന്ന് ചോദിക്കുന്നത് പേരൻസ്. നന്നായിട്ട് സിംഗ് ചെയ്യുന്ന ഒരു കുട്ടി നന്നായിട്ട് സ്വിമ്മിങ് ചെയ്യാറുണ്ട്, നന്നായിട്ട് നീന്താറുണ്ട്, പക്ഷേ കുട്ടിക്ക് പഠിക്കാൻ മാത്രം കഴിവില്ല. നന്നായിട്ട് ചെസ് കളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരൻസ് തന്നെ മീറ്റ് ചെയ്യാറുണ്ട്. ഓരോ കുട്ടിയുടെയും വ്യത്യസ്ത ലെവലിലുള്ള ഐക്യു ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.